ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട അളവുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അളവുകൾ. എന്നായാലും നിങ്ങളൊരു വീട് പണിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടവരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് തറൻ്റെ ഹൈറ്റ് എന്നതാണ്. 45 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലോട്ട് തറയുടെ ഹൈറ്റ് വേണം. 45 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം തറയുടെ ഹൈറ്റ് വേണം. അതേപോലെ തന്നെ ലിൻഡൽ എന്ന് പറയുന്നത്, സാധാരണ ലിൻഡൽ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. അതായത് കട്ടളപ്പടി ഇത് വെച്ചതിന് ശേഷമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഓടുന്ന, കട്ടളപ്പടിയുടെ മുകളിൽ ഓടുന്ന ബീമിനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.10 ആണ് വരുന്നത്. അതായത് മീറ്റർ 2 മീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ വരുന്നത് റൂഫാണ്. അതായത് നമ്മുടെ നിലവിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും മുകളിലോട്ട്, അതായത് നമ്മുടെ തട്ടുപൊക്കം വരെ വരേണ്ടത്, സ്റ്റാൻഡേർഡായി വരേണ്ടത് 3 മീറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ വിൻഡോസിന് കൊടുക്കുന്ന ഷെയ്ഡുകൾ, സൺഷെയ്ഡുകൾ, ഈ സൺഷെയ്ഡിന് വരേണ്ടത് 60 സെൻറ്റിമീറ്റർ ആണ്. ഈ പറഞ്ഞ അളവുകളാണ് നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ടത്. ഇതിൻ്റെ അടിയിലോട്ട് പോകാൻ പാടില്ല, ഇതിന് മുകളിലോട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇറ്റ്സ് മീ ആൻസർ ചെക്കിൽ സൈനിങ് ഓഫ്.